നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് ഉച്ചയ്ക്ക് പാലക്കാട് വലിയ ഒരു വാർത്ത നമ്മൾ കേട്ടു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലാണ് കേരളത്തിന് വെളിയിലൊക്കെ മിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പണാധിപത്യത്തിന്റെ രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിന് അന്യമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതല്ല, മറിച്ച് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇതൊരു നിത്യ സംഭവമല്ല. ഇത്തരത്തിൽ പണം കൊണ്ട് വോട്ട് പിടിക്കാമെന്ന് പറയുന്ന രാഷ്ട്രീയം കേരളത്തിന് വളരെ മോശം ചെയ്യുന്നതാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ജനാധിപത്യത്തിന് ഇത്രയും വാല്യൂ ഉള്ള, സോഷ്യലിസത്തിനും മതേതരത്വത്തിനും ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സംസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വോട്ട് പിടിക്കൽ എന്തുകൊണ്ട് ഇതിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ശരിയായ രീതിയിൽ വോട്ട് പിടിക്കുക, ശരിയായ രീതിയിൽ ജനങ്ങളോട് നിങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളെ പറയുക. ഈ സംസ്ഥാനത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ മോഡൽ ഏതാണ്? 28 സംസ്ഥാനങ്ങളിൽ ഉദാഹരണം എടുത്തിട്ട് ഇന്ന സംസ്ഥാനം പോലെ അല്ലെങ്കിൽ ഇന്ന സ്ഥലം പോലെ കേരളത്തെ ഉയർത്തുവാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന വിദ്യാഭ്യാസത്തെ പറ്റി, നിങ്ങൾക്ക് തരാൻ പോകുന്ന ജോലി സാധ്യതകളെ പറ്റി, ഇതിലുള്ള വികസനങ്ങളെ പറ്റി നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കൂ. ജനങ്ങൾ നിങ്ങളെ കേൾക്കാൻ തയ്യാറാണല്ലോ. ഇവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ ഇല്ല. ആരാണോ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് കൃത്യമായി അവരെ അവകാശങ്ങൾ ധ്വംസിക്കാതെ അവരോടൊപ്പം നിന്നുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം ആരെയും സ്വീകരിക്കും. UDF-നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും വലിയ കാഴ്ചപ്പാടായി മുന്നോട്ട് കൊണ്ടുപോകാൻ LDF-ഉം അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ്. പക്ഷേ ഒക്കെ അഴിമതിയിൽ കുളിച്ചതാണ്. അവരുടെ പൊതുകടം അത് വളരെ വലുതാണ്. ഇവിടെ തൊഴിൽ സാധ്യതകൾ അവർ കുറച്ചു. ഇവിടെ പല പ്രതിസന്ധികൾ ഉണ്ടാക്കി. നിത്യോപസാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. വികസനം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ മാത്രം ഒതുക്കി. പൊതുകടം വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത മദ്യത്തിന്റെ വില കൂട്ടിയും മദ്യത്തിന് സമയം കൊടുത്തു ഈ സമൂഹത്തിന്റെ വ്യവസ്ഥിതി തന്നെ തെറ്റിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇടതുപക്ഷം ഈ ഇലക്ഷനിൽ വളരെയേറെ ബുദ്ധിമുട്ടാൻ പോകുന്നത്. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതും കേരളത്തെ അവർ കണ്ണു നോക്കുന്നതും എത്തരത്തിലാണ്? ഈ രാജ്യത്ത് വർഗീയതയുടെ ഒരു വിഷം ചീറ്റാമെന്ന് നമുക്കറിയാമല്ലോ. ഗുരുവായൂരൊക്കെ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് ആക്ഷേപത്തിനൊന്നുമില്ല. പക്ഷേ പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ട് മാത്രം അവരോട് പേര് പറയുകയാണ്. പക്ഷേ ആർക്ക് പൈസ കൊടുത്തെന്നോ ആര് കൊടുത്തോ എന്ന പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയാണ്. കേരളം എന്ന് പറയുന്നത് വളരെ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിലെ ജനകീയ അടിത്തറയെ തകർക്കരുത്. എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? ഒരു വ്യക്തിക്ക് ഓരോട്ടിന് 5000 രൂപ, ആരായാലും അറിയാതെ പണം വാങ്ങിപ്പോകും. പണത്തിന്റെ ആവശ്യകത അത്ര വലുതാണ്. അതാണ് LDF-ന്റെ നേട്ടം. LDF ഭരിച്ചു. വളരെ വളരെ പ്രതിസന്ധിയിലാണ്. അവർ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സമയമാണ്. പല പ്രതിസന്ധികൾ കേന്ദ്രവും കേരളവും ഭരിച്ച് നമ്മൾ അനുഭവിക്കുന്നു. ആ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ജനം അറിയാതെ പൈസ മേടിച്ചു പോകും. പക്ഷേ അവർ മരണ വീടുകളിൽ എത്രയാണ്? അങ്ങനെ വിവാഹ വീടുകൾ അനുസരിച്ച് അവർ 50,000 25,000 എന്ന് തരം തിരിച്ചിരിക്കുന്നു. തന്റെ കാറിൽ ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ട് ബാക്കിലത്തെ സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. അങ്ങനെ ജനാധിപത്യത്തിൽ കള്ളം പറയുന്ന ഒരു MLA വരണമോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. എന്നാൽ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം പിഷാരടിയുടെ കടന്നുവരവ് അവിടെ വലിയ പ്രതിസന്ധികൾ മറ്റുള്ള പാർട്ടികൾക്ക് സൃഷ്ടിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? പിഷാരടിയെ പോലെ മാന്യമായി ജനങ്ങളെ ഫേസ് ചെയ്യുന്ന, ജനങ്ങളോട് വളരെ സൗഹൃദത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒക്കെ രാഷ്ട്രീയം അദ്ദേഹം സംസാരിച്ചു. ആ സംസാരം ജനം ഏറ്റെടുത്തു. അതാണ് അവിടെ സംഭവിച്ചത്. പിഷാരടി ജനഹൃദയത്തിലെത്തി. പിഷാരടി അവിടെ ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിഷാരടിയെ അമ്പലത്തിന്റെ വഴികളിൽ തടയുന്നതും അതോടൊപ്പം തന്നെ വീട്ടിൽ വോട്ടുകൾ നൽകാൻ വേണ്ടി പണം കൊടുക്കുന്നതുമൊക്കെ വളരെ വിജിലന്റായി അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ മാറിയിരുന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ യഥാർത്ഥത്തിൽ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നത്. നാളെ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ മുമ്പ് നിങ്ങൾ ചിന്തിക്കണം, പാലക്കാട് നിങ്ങളുടെ MLA ആകേണ്ടത് ആരാണ്? ഇത്തരത്തിലുമായ രീതിയിൽ പ്രകടനം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ നിങ്ങളുടെ MLA ആയി വരേണ്ടത്? അതോടൊപ്പം മറിച്ച് ചിന്തിക്കേണ്ടത് മാന്യമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന നിങ്ങളുടെ ജനകീയനായ ഒരു വ്യക്തി രമേശ് പിഷാരടി ആവണോ? ഈ ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുക, നാളെ ഒരു ദിവസം നിങ്ങൾ വിധി എഴുതുന്നത് ശരിയായിട്ടില്ല എങ്കിൽ ഈ സമാധാനം പോലും ചിലപ്പോൾ തച്ചുടയ്ക്കപ്പെടാം. അതുകൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുക, ശരിയുടെ പക്ഷത്തോട്ട് ചെയ്യുക. അതാണ് ആവശ്യം. ചെകിടം അടിച്ചു പൊളിച്ചു കളയും എന്ന് പറയുന്ന ആ മനോഭാവമുള്ള ഒരാൾ നമ്മുടെ MLA ആയാൽ നാളുകളിൽ എന്താണ് പാലക്കാട്? അവിടെ എല്ലാം നല്ല മനുഷ്യരല്ലേ? അവർക്ക് വേണ്ടത് നന്മയുടെ ഹൃദയമുള്ള ഒരു മനുഷ്യനാകട്ടെ അവരുടെ MLA. അതിനായി ഞാൻ രമേശ് പിഷാരടിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ വിജയിപ്പിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും അതോടൊപ്പം തന്നെ വിജയഭാവുകങ്ങളും ഞാൻ രമേശ് പിഷാരടിക്ക് ഒന്നുറപ്പാണ്, രമേശ് പിഷാരടി പാലക്കാട് MLA ആവുക തന്നെ ചെയ്യും. കാരണം അത് ജനങ്ങളുടെ വിധിയെഴുത്തിന്റെ ഫലമാണ്. ജനം അതിനായി കാത്തിരിക്കുന്നു. അവർ നാളെ അതിനായി വോട്ട് ചെയ്യും.